ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ പറ്റിയ ഒരു വെറൈറ്റി തോരൻ ഉണ്ടാക്കിയാലോ. ഞാൻ ഇന്നിവിടെ കോവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ഇടികല്ലെടുത്ത് 2 ചെറിയ പട്ട, 1 ടീസ്പൂൺ ജീരകം കൂടിയിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ദാ കണ്ടില്ലേ, ഇതുപോലെ. ഇനി ഒരു പാത്രത്തിൽ 1/4 കിലോ കോവയ്ക്ക ദാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ചു കൊടുക്കാം. വെന്ത ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പിട്ട് മൂത്ത ശേഷം 1 കപ്പ് കുരുകുരേ അരിഞ്ഞ ഉള്ളിയിട്ട് നല്ലപോലെ വഴട്ടാം. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് വഴട്ടി കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴണ്ട ശേഷം 1 വലിയ തക്കാളി ക്യൂബായി അരിഞ്ഞതുമിട്ട് വഴട്ടാം. തക്കാളിയുടെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി ഇട്ട് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയ ശേഷം നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി ഇട്ട് വഴട്ടാം. ഇനി ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ട കാര്യം മറക്കല്ലേ, അതനുസരിച്ച് വേണം ഉപ്പിടാൻ. ഇനി അരമുറി തേങ്ങ ചിരകിയതുമിട്ട് നല്ലപോലെ ഇളക്കി ഇതെല്ലാം ഒന്ന് യോജിക്കാനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റിയ ശേഷം ഇളക്കി കൊടുത്ത് സെർവ് ചെയ്യാം. ദാ കണ്ടില്ലേ, രുചികരമായ നല്ല വെറൈറ്റി കോവയ്ക്ക തോരൻ റെഡിയായി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.